ചെടികളെ നട്ടെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇതുപോലെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ് കുറച്ച് പാടുപെടുന്നത്. ഇത് നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുത്തു. പക്ഷെ കൊണ്ടുവച്ചതുപോലെ ഇരിക്കുന്നതല്ലാതെ അതിൽ യാതൊരു പണിയും ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ പോട്ടൊന്ന് വെളുപ്പിച്ചെടുക്കണം എന്ന്. കാരണം വെളുത്ത പോട്ടെല്ലാം കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം വെറുതെ വെള്ളം മാത്രം വെച്ചിട്ടൊന്ന് തേച്ചൊരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ആ ചെളി അങ്ങനെയൊന്നും പോവില്ലടാ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് ഒന്ന് ഉരച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ചെളിയൊക്കെ ഒന്ന് പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോട്ടൊക്കെ ഒന്ന് കഴുകി കൊടുത്താലേ അതിൻ്റെ ഭംഗി അതുപോലെ നിൽക്കുകയുള്ളൂ. ഇതുപോലെ എല്ലാ ചട്ടികളും ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും എടുക്കും ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഈ പോട്ടെല്ലാം കഴുകിയതിൻ്റെ ഒരു സംതൃപ്തിയിൽ ഞാനിങ്ങനെ ഷോപ്പ് കാണിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ദാണ്ട് ഇവനെ കണ്ടത്. നമ്മളുടെ ആ ഇലയെല്ലാം കടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഇത് വല്ലാത്തൊരു ശല്യമാണ്. ഇനി അതിനെ ഓടിക്കാനുള്ള എന്തെങ്കിലും പണി നോക്കണം. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് 2 അരി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെ കിളുത്ത് വന്നു. പക്ഷെ അതൊന്നും മാറ്റി നടാനായിട്ട് പറ്റിയില്ല. എന്തോ എനിക്ക് അതിൽ നിന്ന് മാറ്റാൻ തോന്നില്ല, കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ചെളിയെല്ലാം പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ പൂവ് കാണുന്നത്. വലിയ കളറൊന്നും ഇല്ല, പക്ഷേ എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞാനെല്ലാം സെറ്റാക്കി അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.